ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥാണ് തൻ്റെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് മേഘ എല്ലാവരും കേൾക്കെ വിളിച്ച് പറയാണ്. പക്ഷെ എല്ലാവരും മേഘയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഒരിക്കലും സിദ്ധു അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, സിദ്ധു ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നിൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ വയറ്റിൽ വെച്ചിരിക്കുന്നത്. ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. നീ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നു എന്ന് വിചാരിച്ച് ഞാനത് പൊട്ടനാണെന്ന് കരുതിയോ? അതെങ്ങനെയാണ് സിദ്ധാർത്ഥ്, നീ ഇത്ര വലിയ യോഗ്യനായിട്ട് സംസാരിക്കുന്നത്? മേഘ വിട്ടുകൊടുക്കുന്നില്ല. മാമ എന്ന് പറഞ്ഞിട്ട് സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിയിട്ട് സിദ്ധാർത്ഥിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണ്. 62 ദിവസം പ്രായമുള്ള കരുവാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്. ഇതിൻ്റെ കാരണക്കാരൻ നീയാണ്. മേഘ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. എന്തൊക്കെയാണ് നീ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്? നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും എനിക്കും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നാണ് നീ പറയുന്നത്? എന്താ നടന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? മേഘ തിരിച്ചു ചോദിക്കുകയാണ്. എന്ത് കാര്യങ്ങൾ? നീ അങ്ങനെ മറക്കാനുള്ള ചാൻസ് ഇല്ലല്ലോ. മേഘ പുച്ഛിക്കുകയാണ്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഏയ് ഇനി ഒരക്ഷരം നീ ശബ്ദിച്ചു കഴിഞ്ഞാൽ നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ പുറത്തേക്ക് കൊണ്ടിടും. മര്യാദയ്ക്ക് നീ തന്നെ തനിയെ ഇറങ്ങി പുറത്തേക്ക് പോയിക്കോ. സത്യം കണ്ടുപിടിച്ചല്ലോ എന്നോർത്ത് വല്ലാതെ ഭയപ്പെടുന്നുണ്ടല്ലോ സിദ്ധു സർ. മേഘ, എന്തിനാ നീ കാരണമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ മേൽ ഇങ്ങനെ ഒരു ആരോപണം ചാർത്തുന്നത്? അപ്പോഴാണ് ചന്ദ്രിക ശബ്ദിക്കുന്നത്. സിദ്ധു സാറിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം നീ പറയുന്ന പോലെ ഒരാളല്ല. എന്തിനു വേണ്ടിയാണ് നീ ഇദ്ദേഹത്തെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? ഞാൻ അവനെ അപമാനിച്ച് സംസാരിച്ചിട്ടില്ല ചന്ദ്രിക. അവനാണ് എൻ്റെ മേലുള്ള ദേഷ്യം കൊണ്ട് എന്നെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നാണം കെട്ട കാര്യം ചെയ്തത്. മേഘ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, ഏയ് സിദ്ധു നിന്നെ അപമാനിച്ചതിനും നീ ഗർഭിണിയായതിനും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട് മുത്തശ്ശ. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഈ വീട് വിട്ട് പോയതിന് കാരണം ഞാനാണെന്നാണ് സിദ്ധു വിശ്വസിക്കുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ പിരിയാൻ കാരണം ഞാനാണെന്ന്. അതുമാത്രമല്ല, ആരതിയുടെ വിവാഹം മുടക്കിയതും ഞാനാണെന്നാണ് സിദ്ധുവിൻ്റെ ധാരണ. അതിനു വേണ്ടിയിട്ട് സിദ്ധു എന്നെ ശിക്ഷിക്കണമെന്ന് മനഃപൂർവ്വം തീരുമാനിച്ചിട്ടാണ് ഞാൻ പോലും അറിയാതെ എന്നെ ഇങ്ങനെ ചെയ്തത്. ഏയ് നീ എന്തൊക്കെയാ ഈ പറയുന്നത്? സിദ്ധു തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു മേഘയുടെ കഥകൾ കേട്ടിട്ട്. ചന്ദ്രികയും ജാനകിയും ഒക്കെ മേഘയുടെ കഥകൾ കേട്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഛേ വായ് പൂട്ട്. എവിടെ വന്ന് എന്താ നീ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിനക്ക് കുറച്ചു പോലും നാണം തോന്നുന്നില്ലേ? തെറ്റ് ചെയ്തവൻ ഇവിടെ ധൈര്യത്തോടെ നിൽക്കുമ്പോൾ ഞാൻ എന്തിനു നാണത്തോടെ നിൽക്കണം? മേഘ തിരിച്ചു ചോദിക്കുകയാണ്. ഏയ് മേഘ, എൻ്റെ മകനെ നിനക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതി അവൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റം ചാർത്താമെന്നാണോ നീ കരുതിയത്? ജാനകിയുടെ ദേഷ്യം തിളക്കുന്നുണ്ടായിരുന്നു. ഇത് കുറ്റാരോപണമല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. മേഘ അവർക്ക് മുന്നിലും ധൈര്യത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. നൂല് പോലെയാണ് സാരി ഉണ്ടാവുക, അതുപോലെ അച്ഛനെ പോലെയാണ് മക്കൾ ഉണ്ടാവുക എന്ന് പറയാറില്ലേ? അതുപോലെയാണ് സിദ്ധു അവൻ്റെ അച്ഛനെ പോലെയാണ്. വാസുവിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് വാസുവിനെ ചേർത്തിട്ട് അതുപോലെയാണ് സിദ്ധു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ പറയാണ്, വാസുമാമൻ നിങ്ങളോട് ചതി ചെയ്തിട്ട് എങ്ങനെയാണോ ജ്യോതിയുടെ കൂടെ റിലേഷനിലിരുന്നത്, അതുപോലെ സിദ്ധാർത്ഥ് ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്ന് വരുത്തിയിട്ട് അവളെ ചതിച്ചിട്ട് എൻ്റെ കൂടെയായിരുന്നു. എന്നിട്ട് അവൻ എന്നെ നശിപ്പിച്ചിരിക്കുകയാണ്, എന്നെ ഗർഭിണിയാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മേഘ പൊട്ടിത്തെറിക്കുകയാണ്. മേഘ താൻ പറഞ്ഞതിൽ നിന്ന് ഒരണുവിട പോലും പിറകോട്ടുണ്ടായിരുന്നില്ല. മേഘ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. ആർക്കും മേഘയോട് തിരിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ജാനകി ഇരുന്നിടത്ത് നിന്ന് തന്നെ മേഘയെ പിടിച്ചു വലിക്കുകയാണ്. എന്നിട്ട് അവളുടെ ചെകിട്ടത്ത് നോക്കി പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആരുടെ കൂടെയാണ് ആരെ ഉപമിച്ച് നീ സംസാരിക്കുന്നത്? സിദ്ധു എൻ്റെ മകനാണ്. അവൻ ജീവൻ പോയാലും തെറ്റ് ചെയ്യില്ല. കാരണം അവൻ്റെ ശരീരത്തിൽ ഒഴുകുന്നത് എൻ്റെ രക്തമാണ്. എനിക്കെൻ്റെ മകനെ പറ്റി അറിയില്ലെന്നാണോ നീ കരുതിയത്? തെളിവില്ലാതെ വായി തോന്നിയത് പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നാണോ നീ കരുതിയത്? എല്ലാത്തിനും തെളിവുണ്ട്. എൻ്റെ വയറ്റിൽ 62 നാൾ വളർച്ചയുള്ള ശിശുവുമുണ്ട്. സംഭവം നടന്ന ദിവസവും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ദിവസവും കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് തന്നെയാണ് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദിയെന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ പറയാണ്, ഏയ് നീ തന്നെ എന്തെങ്കിലും കണക്ക് കൂട്ടി ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി. നീയാണ് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദിയെന്ന് ഞാനിപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. മേഘ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും അതിശയിച്ചു പോവാണ്. കാരണം തെളിവ് സഹിതമാണ് മേഘ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സംഭവം നടന്ന അന്ന് മുത്തശ്ശിയും മനോഹരൻ മാമനും പ്രിയയും കൂട്ടിക്കൊണ്ട് ഒരു നേർച്ചക്കട നിറവേറ്റാൻ വേണ്ടി തിരുപ്പതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ തനിച്ചാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ട് അന്ന് എന്നെ പാർട്ടിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു.
അന്ന് ഞാൻ അവിടെ പോയിട്ട് ആവശ്യത്തിലധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പാർട്ടി ഹാളിൽ ബോധമില്ലാതെ വീണ് കിടക്കുകയായിരുന്നു. മേഘ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കുകയാണ്. സംഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആരും, അതായത് സിദ്ധാർത്ഥോ ചന്ദ്രികയോ ഒന്നും മറുത്തു പറയുന്നില്ല. ചന്ദ്രികയ്ക്കും ലക്ഷ്മിക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. അപ്പോൾ മേഘ ബാക്കി പറയുന്നുണ്ട്. അന്ന് എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആ ഹാളിൻ്റെ മാനേജർ സിദ്ധാർത്ഥിനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സിദ്ധാർത്ഥാണെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായി. ബോധം കെട്ട് കിടന്ന സിദ്ധാർത്ഥാണ് എന്നെ തൂക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് കാറിൽ കൂട്ടിക്കൊണ്ടുവന്നത്. അതിനുശേഷം അവൻ തന്നെയാണ് കാറിൽ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. അപ്പോഴും എനിക്ക് ഒരു തരത്തിലും ബോധം ഉണ്ടായിരുന്നില്ല. അന്ന് സിദ്ധാർത്ഥ് ഈ വീടിൻ്റെ മുറ്റം വരെയല്ല വന്നത്. ബോധമില്ലാത്ത എന്നെയും എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. എന്നെ അവിടെ വന്ന് കിടത്തിയത് വരെ സിദ്ധാർത്ഥാണ്. മേഘ പറഞ്ഞ് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അറിയാതെ സിദ്ധാർത്ഥ് ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടെ നിൽക്കുകയാണ്, ഇവിടെ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മേഘ എല്ലാവരും അറിയാൻ വേണ്ടി ആ ഞെട്ടിക്കുന്ന കാര്യം പറയാണ്. വീട്ടിൽ ആരും ഇല്ലാതിരുന്ന ആ സമയം നോക്കിയിട്ട് സിദ്ധാർത്ഥ് എന്നെ മോശമായി ഉപയോഗിച്ചു. ആരും ഒരക്ഷരം പോലും തിരിച്ചു പറയുന്നില്ല. സിദ്ധാർത്ഥാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. സംഭവിച്ച കാര്യങ്ങളാണ് മേഘ പറഞ്ഞ അത്രയും, അവസാനത്തെ ആ ഒരു കാര്യം ഒഴിച്ചിട്ട്. അപ്പം മേഘ പറയുന്നുണ്ട്, നീ ഇഷ്ടത്തോടു കൂടിയാണോ എന്നോട് അങ്ങനെ പെരുമാറിയത്, അതോ എന്നെ അപമാനിക്കാൻ വേണ്ടിയാണോ അങ്ങനെ പെരുമാറിയത് എന്ന് എനിക്കറിയില്ല. അച്ഛൻ ആരാണെന്ന് അറിയാത്ത ഒരു കുഞ്ഞിനെ ഒരു പെണ്ണ് വയറ്റിൽ വളർത്തുന്നത് എത്രത്തോളം അപമാനകരമാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആ അപമാനം എനിക്ക് തരാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഏയ് ആദ്യം മര്യാദയ്ക്ക് വായി പൂട്ടി നിൽക്കാൻ നോക്ക്. എല്ലാവരും നിന്നെ പോലെയാണെന്ന് വിചാരിക്കാതെ. നീയൊന്നും ഒരു മനുഷ്യനേ അല്ല. അതുകൊണ്ടാണ് ഇത്രയും തരംതാണ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ചിന്തിച്ചു കൂട്ടിയത്. എല്ലാവരും അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് മേഘയെ നോക്കുന്നത്. കാരണം മേഘ പറഞ്ഞത് കള്ളമാണെന്നുള്ള അർത്ഥത്തിൽ. മേഘ ചോദിക്കുന്നുണ്ട്, ഓ അപ്പം ഞാൻ പറഞ്ഞത് കള്ളം, നീ പറയുന്നത് സത്യം എന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്താ ഇതിൽ ഇത്ര സംശയിക്കാനുള്ളത്? അപ്പോൾ പിന്നെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ്? അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അപ്പോൾ ലക്ഷ്മിയാണ് ചോദിക്കുന്നത്, ഇനിയൊരു പക്ഷേ മനീഷ ആയിക്കൂടെ? ഒരിക്കലും ഇല്ല, അതിനൊരു ചാൻസും ഇല്ല. ഞാനും മനീഷും തമ്മിൽ വേർപിരിഞ്ഞിട്ട് 5 ഇയേഴ്സിന് മുകളിലായി. എല്ലാവരും പരസ്പരം മുഖത്തോട് നോക്കിയപ്പോൾ മേഘ പറയുന്നുണ്ട്, ഈ സംഭവം നടക്കുന്നതിന് 1 മാസം മുന്നേ അവൻ UK പോയിട്ടുണ്ടായിരുന്നു. മേഘയുടെ ആ ഒരു കാര്യം കൂടെ കേട്ടപ്പോൾ മേഘ തീർത്തും അത് സിദ്ധാർത്ഥിൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മേഘ ഇത്രത്തോളം ഉറപ്പായിട്ട് പറയുമ്പോൾ ആർക്കായാലും ഒരു പെണ്ണ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കള്ളം പറയില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെ കുറഞ്ഞ പക്ഷം ചന്ദ്രിക ഒഴികെ ബാക്കി എല്ലാവരും സിദ്ധാർത്ഥിനെ സംശയിക്കുന്നുണ്ടായിരുന്നു. സംഭവം നടന്ന അന്നേ ദിവസം നീയാണ് എന്നെ തൂക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്, എന്നോട് അടുത്തിടപഴകിയത്, എൻ്റെ ശരീരത്തിൽ തൊട്ടത്. അയ്യോ, ഇവൾ എന്തൊക്കെയാ പറയുന്നതെന്നുള്ള അർത്ഥത്തിലാണ് ചന്ദ്രിക നിൽക്കുന്നത്. മേഘ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, വീട്ടിൽ ആരും ഇല്ലാത്ത അവസരം മുതലാക്കി ബോധമില്ലാത്ത എന്നെ നീ ഉപയോഗിച്ചതാണ്. ഇതാ നോക്ക്, അതിനുള്ള CCTV ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാറിൽ നിന്നെടുത്ത CCTV ഫുട്ടേജും മേഘയെ സിദ്ധാർത്ഥ എടുത്ത് തൂക്കിക്കൊണ്ട് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും, അതായത് ചന്ദ്രയ്ക്കും സിദ്ധാർത്ഥിനും ഒക്കെ അവൾ കാണിച്ചു കൊടുക്കുവാണ്. ഇപ്പം ഇതിനെന്താ നീ മറുപടി പറയാൻ പോകുന്നത്? മേഘ പറഞ്ഞു തീർന്നതും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വാങ്ങി സിദ്ധാർത്ഥ് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ആരും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, മനോഹരൻ ഇങ്ങനെ പറയുന്നുണ്ട്. മേഘയാണെങ്കിൽ അന്താളിച്ച് നിൽക്കുകയാണ്. സിദ്ധാർത്ഥ് സകല ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാനാണ് നിന്നോട് പറഞ്ഞത്, ഇല്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അങ്ങനെയാണെങ്കിൽ നീ എന്നെ കൊല്ല്, ഞാൻ കാണട്ടെ. മേഘയും വിട്ടുകൊടുക്കുന്നില്ല. സിദ്ധാർത്ഥാണെങ്കിൽ അത് കേട്ടപ്പോൾ തന്നെ അവൻ്റെ ദേഷ്യം കൊണ്ട് മേഘയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. എല്ലാവരും സിദ്ധാർത്ഥനെയും മേഘയും തമ്മിൽ വേർപിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവസാനം രണ്ടുപേരും വേർപിരിക്കുകയാണ്. അപ്പോഴേക്കും മേഘയ്ക്ക് ശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ദേഷ്യത്തോട് അലറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. സർ, എന്താ സർ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? സാർ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്ക്. അല്ലാതെ അവളെ പോയി അടിച്ചിട്ട് എന്താ കാര്യം? അവളുടെ കഴുത്ത് ഞെരിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് നോക്ക് മേഘ, സിദ്ധു സാർ നീ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. എനിക്ക് ഇദ്ദേഹത്തെ വിശ്വാസമുണ്ട്. ആദ്യം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അല്ലാതെ കാരണമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ തലയിൽ അത് കെട്ടിവെക്കാൻ നീ ശ്രമിക്കണ്ട. അപ്പം മേഘ വീണ്ടും പറയാണ്, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധു തന്നെയാണ്, വേറെ ആരുമല്ല. ഇത് ഏത് കോടതിയിൽ വേണമെങ്കിലും എന്നെക്കൊണ്ട് തെളിയിക്കാൻ സാധിക്കും. മേഘ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും മേഘയോടുള്ള ദേഷ്യം ഒന്നുകൂടെ അധികരിക്കുന്നുണ്ടായിരുന്നു. ജാനകിയാണ് പറയുന്നത്, എന്താടി എൻ്റെ മകൻ്റെ കല്യാണം തടയാൻ വേണ്ടിയിട്ട് പുതിയ നാടകമായിട്ട് വന്നതാണോ? ഞങ്ങളാരും നിൻ്റെ നാടകം വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഏയ് മേഘ, നീ എത്രത്തോളം വലിയ ക്രിമിനലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിച്ച് ഞങ്ങളെ രണ്ടുപേരെയും വേർപിരിക്കാനല്ലേ നീ ശ്രമിച്ചത്? നിന്റെ യഥാർത്ഥ മുഖം ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ കല്യാണം മുടക്കിയത് ആരും മനസ്സിലാക്കില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ ഏട്ടൻ്റെ പേരിൽ ആ ഒരു കുറ്റം ചാർത്താൻ ശ്രമിക്കുകയാണോ?
വേണ്ടാത്ത കാര്യങ്ങൾ എൻ്റെ ഏട്ടൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുവാണ് നീ. മേഘ നിസ്സഹായ അവസ്ഥയിലാണ് അപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. കാരണം അവൾ അപ്പോഴും വിശ്വസിക്കുന്നത് സിദ്ധാർത്ഥ തന്നെയാണ് തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എന്നാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഞങ്ങൾ ആരും നിന്റെ ഭീഷണിക്ക് മുന്നിൽ പേടിക്കാൻ പോകുന്നില്ല, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്കടി. ലക്ഷ്മിയും പറയുന്നുണ്ട്, മേഘ നീ ഇതുവരെ എന്തൊക്കെയോ വലിയ വലിയ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അതൊക്കെ ഞങ്ങൾ നിനക്ക് ക്ഷമിച്ചു തന്നു. പക്ഷെ ഇപ്പോൾ നീ ചെയ്യുന്ന തെറ്റ് ഞങ്ങൾക്കൊരിക്കലും നിനക്ക് ക്ഷമിച്ചു തരാൻ പറ്റുന്ന തെറ്റല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, ഇനി നിന്നോട് സംസാരമില്ല. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, ഇവളോട് ഇനി സംസാരിച്ചിട്ട് എന്താ കാര്യം? ആരതി ഇവളെ കഴുത്തിൽ പിടിച്ച് വീട്ടിനെ പുറത്തേക്ക് തള്ളാൻ നോക്ക്. സിദ്ധാർത്ഥവും ആരതിയോട് പറയാണ്, ആരതി ഇവളെ വീടിന് പുറത്തേക്ക് ആക്കുമെന്ന്. അപ്പോൾ ആരതി വേഗം തന്നെ പോയിട്ട് മേഘയെ പിടിച്ച് പുറത്തേക്കാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മേഘയാണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ആരതി പറയുന്ന കേൾക്ക്. മുത്തശ്ശി അതുപോലെ തന്നെ, ആരതി വേണ്ട അവളൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുവാണ്. ആരതി ഞാൻ പറയുന്നത് നീ കേൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ആരതി മേഘയെ പിടിവിടുകയാണ്. ഒന്ന് ക്ഷമയോടെ ഞാൻ പറയുന്നത് കേൾക്ക്, അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ട്, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും. മേഘ ആകെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരതിയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവളെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക്, അതാണ് നിങ്ങൾക്കും നല്ലത്. അപ്പോൾ മുത്തശ്ശി എല്ലാവരോടായിട്ട് പറയാണ്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്നത് നിങ്ങളാരും തെറ്റായിട്ട് എടുക്കരുത്. മേഘ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധാർത്ഥാണെന്ന് പറയുന്നു. അത് കേട്ടിട്ട് നിങ്ങളെല്ലാവരും എത്രത്തോളം അതിശയിച്ചോ അത്ര തന്നെ ഞങ്ങളും അതിശയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പെണ്ണും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഇന്നയാളാണെന്ന് കള്ളം പറയില്ല. അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കരയുന്നുണ്ടായിരുന്നു. എല്ലാവരും അത് കേട്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. മേഘയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയാണ്, അത് മാത്രം നിങ്ങളെല്ലാവരും മനസ്സിൽ വെച്ചാൽ മതി. വാ മേഘ പോവാം എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ചപ്പോൾ അവൾ കൈ പിൻവലിക്കുകയാണ്. ഇല്ല മുത്തശ്ശി, ഞാൻ വരില്ല, എനിക്കൊരു ന്യായം കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടും വരില്ല, മേഘ തീർത്തു പറയുവാണ്. സിദ്ധു ആണെങ്കിൽ നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത്. താൻ ചെയ്യാത്ത തെറ്റാണ് തൻ്റെ പേരിൽ ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മേഘ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സിദ്ധു എന്നെ പറ്റിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കില്ല. സിദ്ധുവിനും ചന്ദ്രയ്ക്കും കല്യാണം ഏത് ദിവസമാണോ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് ആ ദിവസം സിദ്ധാർത്ഥിൻ്റെയും എൻ്റെയും വിവാഹം നിങ്ങൾ നടത്തിയിരിക്കണം. മേഘ എല്ലാവരോടായിട്ട് പറയുകയാണ്. അത് കേട്ട് ചന്ദ്രിക ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് മേഘ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇവരോട് വാക്ക് തരാൻ പറ, എങ്കിൽ മാത്രം ഞാൻ ഇവിടെ നിന്ന് വരാം. അപ്പോൾ മഹേന്ദ്രനാണെങ്കിൽ മേഘയുടെ ഈ ഒരു കള്ളക്കളി മനസ്സിലാക്കിയ രീതിയിലാണ് സംസാരിക്കുന്നത്. എൻ്റെ മകളുടെ കല്യാണം നിർത്തിയിട്ട് നിൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം നടത്തി തരണം അല്ലേ? സിദ്ധു ഇനിയും എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അവളെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളാൻ നോക്ക് എന്ന് മഹേന്ദ്രൻ പറഞ്ഞു കേട്ടതും സിദ്ധാർത്ഥ് മേഘയുടെ മുടിയിൽ പിടിച്ചിട്ട് പുറത്തേക്ക് ഇതാക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി മനോഹർ ഇങ്ങനെ പറയുന്നുണ്ട്, സിദ്ധു വേണ്ട എന്നൊക്കെ. സിദ്ധാർത്ഥ് മേഘയെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് മുറ്റത്തേക്ക് പിടിച്ച് തള്ളുവാണ്. അവൾ അവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ മനോഹരൻ വേഗം പോയിട്ട് മേഘയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. കൂട്ടത്തിൽ മുത്തശ്ശിയും ചെല്ലുന്നുണ്ട് മേഘയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ എഴുന്നേറ്റിട്ട് കയ്യിലുള്ള പൊടിയൊക്കെ തട്ടിയതിന് ശേഷം സിദ്ധുവിനോട് ചോദിക്കുകയാണ്, എന്നെ പിടിച്ച് തള്ളിയെന്ന് കരുതിയിട്ട് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി നീ അല്ലാതായി തീരുമോ? അത് എല്ലാവരും അവിടെ നിൽക്കുകയാണ്. മേഘയെ പിടിച്ച് തള്ളിയ സമയത്ത് എല്ലാവരും അവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ വയറ്റിൽ നിൻ്റെ കുഞ്ഞാണ് വളരുന്നത്, ഒരു കാരണവശാലും ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. മേഘ വീണ്ടും പറയുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥു ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ആ ഒരു വിഷമത്തിൽ തന്നെയാണുള്ളത്. കാരണം അത്രയും നല്ലൊരു ദിവസം, അവരത്രയും സന്തോഷം നിൽക്കുന്ന ദിവസത്തിലാണ് മേഘ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിനക്കും ചന്ദ്രികയ്ക്കും കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ച ആ ദിവസം തന്നെ നിന്നെ കൊണ്ട് എൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിപ്പിക്കും, ഇത് നീ ഓർത്തു വെച്ചോ. മേഘ ഉറപ്പിച്ച് തന്നെ പറയുന്നതായിരുന്നു. കാരണം ഒരു പെണ്ണിൻ്റെ വാക്കിന് എത്രത്തോളം വിലയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ മേഘ പറയാണ്, നീ നോക്കിക്കോ, ചെവിയിൽ നുള്ളിക്കോ, ഞാൻ പറഞ്ഞത് നടത്തിയിരിക്കും. മേഘയുടെ വാക്ക് കേട്ട് എല്ലാവരും പേടിയോടെയാണ് നിൽക്കുന്നത്, ലക്ഷ്മിയും ജാനകിയും ഒക്കെ. കാരണം മേഘ പോയിട്ട് ഇങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയൊരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവരെല്ലാവരും ഭയന്നിട്ടുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന സ്കാനിങ് റിപ്പോർട്ട് അവിടെ ചുരുട്ടി എറിഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. സിദ്ധു പറയുന്നുണ്ട്, പോവാൻ നോക്കടി. അവൾക്ക് പിന്നാലെ അവൾ ചുരുട്ടി എറിഞ്ഞ് ആ ഒരു പേപ്പറും എടുത്തിട്ട് മനോഹരനും കൂട്ടത്തിൽ മുത്തശ്ശിയും മേഘയ്ക്കൊപ്പം പോവുകയാണ്. ആ വീടാകെ നിശബ്ദമായിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ജാനകിയാണെങ്കിൽ കരയുന്നുണ്ട്. ലക്ഷ്മിയും ആരതിയും ചേർന്ന് ജാനകിയെ ആശ്വസിപ്പിക്കുകയാണ്. ചന്ദ്രികയും സിദ്ധാർത്ഥും പരസ്പരം വിഷമത്തോടു കൂടി നോക്കുന്നുണ്ട്. മേഘയുടെ പുതിയ അടവ് തന്നെയാണ് ഇതെന്ന് മഹേന്ദ്രൻ തീർത്ത് വിശ്വസിക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് മേഘ. കൂടെ മുത്തശ്ശിയും മനോഹരനും ഉണ്ടായിരുന്നു. മേഘ പോലീസുകാരുടെ മുന്നിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, മേഘ കരയുന്നത് നിർത്തിയിട്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് പറയൂ. മേഘ കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, ഞാനൊരു സിംഗിൾ മദറാണ്. മുത്തശ്ശിയും മനോഹരൻ മാമനും എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. സംഭവം നടന്ന ആ ദിവസം മുത്തശ്ശിയും മാമനും കൂടിയിട്ട് എൻ്റെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഒരു നേർച്ചക്കട നിറവേറ്റാൻ വേണ്ടി തിരുപ്പതിയിലേക്ക് പോയതായിരുന്നു.
അന്ന് എൻ്റെ ഫ്രണ്ട് ഒരു ഫെയർവെൽ പാർട്ടി ഉണ്ടായിട്ട് എന്നെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ അളവിലധികം കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ബോധമില്ലാതെ ഞാൻ ആ പാർട്ടി ഹാളിൽ തന്നെ മയങ്ങി വീണു. ബോധമില്ലാത്ത എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവിടെയുള്ള ആളുകൾ സിദ്ധാർത്ഥിനെയാണ് ഫോൺ ചെയ്ത് വരുത്തിയത്. സിദ്ധാർത്ഥ് വന്നിട്ട് എന്നെ എടുത്ത് അവൻ്റെ കാറിൽ കയറ്റിയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ബോധമില്ലാതിരുന്ന എന്നെ സിദ്ധു തന്നെയാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കിടത്തിയിട്ട് പോയത്. ആ സമയത്ത് വീട്ടിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് ബോധമില്ലാതിരുന്ന എന്നെ ഞാൻ പോലും അറിയാതെ മോശമായി ഉപയോഗിച്ചു. മേഘ അതും പറഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോൾ പോലീസുകാരി മുത്തശ്ശിയും മനോഹരനെ നോക്കുകയാണ്. അവർ വിഷമത്തോടെ മേഘ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ നിൽക്കുന്നുണ്ട്. മേഘ കരഞ്ഞുകൊണ്ട് പറയാണ്, അൺകോൺഷ്യസ് ആയിരുന്ന എനിക്ക് ആ സംഭവിച്ച കാര്യങ്ങളൊന്നും റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല. കൃത്യം 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഡോക്ടർ വഴി ഞാൻ അറിയുന്നത്. അത് ചോദിക്കാൻ വേണ്ടി പോയ എന്നെ മഹേന്ദ്രൻ കുടുംബത്തിലുള്ള ആളുകൾ എല്ലാവരും ചേർന്നിട്ട് അടിച്ച് പുറത്താക്കി. മേഘയുടെ അവസ്ഥ പറഞ്ഞ് അവൾ പൊട്ടി പൊട്ടി കരയാണ്. എൻ്റെ വയറ്റിൽ വളരുന്ന 62 ദിവസം പ്രായമുള്ള കരുവും സിദ്ധു എന്നോട് മോശമായി നടന്ന ആ ഒരു ദിവസവും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥാണ് എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛനെന്ന് എനിക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കും. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധുവാണെന്നുള്ള കാര്യം ഒരിക്കലും അവൻ സമ്മതിച്ചു തരുന്നില്ല. മേഘ പറഞ്ഞിട്ട് മുത്തശ്ശിയും മനോഹരനെ നോക്കുമ്പോൾ അവരും വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.